നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അതായത് എന്തെങ്കിലും ഒരു ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നൊരു മൂഡില്ല, പിന്നീട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറാറുണ്ട്. ഈ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് എന്ന് പറയുന്നത് ഒരിക്കലും പിന്നീടിലേക്ക് ചെയ്യാറില്ല. അതാണ് വേറൊരു കാര്യം. ഇതിനെ നമ്മളൊരു പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു മടിയോ ഒന്നുമല്ല, ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രോക്രാസ്റ്റിനേഷൻ എന്താണ്, പ്രോക്രാസ്റ്റിനേഷന് പിന്നിലെ സൈക്കോളജി എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നത്. പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ മനഃപൂർവ്വം മാറ്റി വെച്ച് അത്യാവശ്യമില്ലാത്ത, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അതിനാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് എക്സാം ആണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതേ ടൈമിൽ തന്നെ ആ കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതേ ടൈമിൽ തന്നെ വേറെ കാര്യങ്ങളിൽ ആ കുട്ടി കുറച്ചും കൂടി ഇൻവോൾവ് ആവുന്നു. അതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ആ കുട്ടി മനഃപൂർവ്വം ഇന്ന് ചെയ്യണ്ട, നാളെ എന്നുള്ളൊരു രീതിയിൽ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് പറയാനുള്ളത് ഫെയിലിയറിനോടുള്ള ഒരു പേടി. കൂടുതൽ പേർക്ക് കണ്ടുവരുന്നതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ടാസ്ക് പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റെഡി ആയിട്ടില്ലെങ്കിലോ, തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കിയാലോ എന്നുള്ളൊരു ഭയം, ഫെയിലിയറായി പോവുമോ എന്നുള്ളൊരു ഭയം കാരണം അവർ ഇന്നെന്തായാലും തുടങ്ങണ്ട, ഇന്ന് എഴുതിയ തെറ്റിപ്പോകും, അത് തെറ്റിയത് അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ളൊരു തോട്ട് വരുന്നതുകൊണ്ട് തന്നെ അവരത് ഇന്നത്തത് മാറ്റി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് പറയുന്നത് പെർഫെക്ഷനിസമാണ്. ചില ആൾക്കാർക്ക് എല്ലാ കാര്യത്തിനും ഒരു പെർഫെക്റ്റ് ആയിരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഇന്ന് ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല, ഇന്ന് എനിക്ക് അത്ര ഓക്കെ അല്ല, ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വൃത്തിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് ഓക്കെ അല്ല, അതുകൊണ്ട് നാളെ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറയുന്നൊരു രീതിയിൽ മാറാറുണ്ട്, പ്രോക്രാസ്റ്റിനേറ്റ് ആവാറുണ്ട്. അടുത്ത കാര്യം പറയുന്നത് നമുക്ക് ജോലിയോടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻ. കൂടുതൽ പേരും ഈ ജോലിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ്, ആ ഒരു അസൈൻമെൻറ്റിന് മുമ്പെയാണ് വിചാരിക്കുന്നത്. ഇപ്പം അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് അതിന് മുമ്പ് തന്നെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പിന്നെ അതൊരു ടെൻഷനാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻ വരികയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യം പിന്നീടിലേക്ക് മാറ്റി വെക്കുന്നു. വേറൊരു കാര്യം പറയുന്ന ഓവർവിങ് ടാസ്ക്. കുറേ ടാസ്ക് കാണുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യണ്ട, ഇത് കുറേ ഉണ്ട്, തീരില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവാറുണ്ട്. അടുത്തത് പറയുന്നത് നമ്മുടെ ഡിസിഷൻ ഫാറ്റിക്. ഡിസിഷൻ ഫാറ്റിക് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് എങ്ങനെയാണിത് തുടങ്ങണ്ടേ, എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് അവിടെ ചെയ്യാൻ തുടങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ചെയ്യുക എന്ന് കരുതുന്നവരാണ്. വേറെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ചില കാര്യത്തിനോട് കുറച്ചും കൂടി ഇഷ്ടങ്ങൾ ഉണ്ടാകും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ഈ മൊബൈൽ ഫോണ്, ഗെയിം കളിക്കുന്നത്, റീൽസ് സ്ക്രോൾ ചെയ്യുന്നത്, പാട്ട് കേൾക്കുന്നത് എന്നിങ്ങനെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ അതിനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇവിടെ ഇപ്പം പ്രൊക്രാസ്റ്റിനേഷന്റെ സൈക്കിള് പറയുന്നുണ്ട്. അതായത് നമുക്കൊരു ജോലി തരുന്നു, ആ ജോലി തരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാവുന്നത് ടെൻഷൻ, ആൻസൈറ്റി, അല്ലെങ്കിൽ ഇത് ബോറിംഗ് ആണ് എന്നുള്ളൊരു രീതിയിൽ മൈൻഡ് പോകും. അതേ ടൈമിൽ തന്നെ ആ ഒരു ജോലിനെ നമ്മൾ നീട്ടും, ഇന്ന് ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിൽ നീട്ടുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് ആയിരിക്കും. ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ടെമ്പററി റിലീഫ് തോന്നും. അതിനുശേഷം നമുക്കുണ്ടാവുന്നത് ഒരു ടെമ്പററി റിലീഫിന് ശേഷം നമുക്കുണ്ടാവുന്നത് ഡെഡ് ലൈൻ നീട്ടി എന്നായിരിക്കും. അല്ലെങ്കിൽ ഡെഡ് ലൈന് വരുന്നു, ഡെഡ് ലൈൻ നോട്ടിഫിക്കേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ട്രെസ് കൂടും അല്ലേ. അതിനുശേഷം സ്ട്രെസ് കൂടി വീണ്ടും ആ ഒരു ജോബിനെ നീട്ടും. അങ്ങനെ വരുന്ന ഒരു സൈക്കിള് പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷനെ കുറച്ചെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം എന്നതാണ്. ആദ്യം പറയാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് 5 മിനിറ്റ് റൂൾ എന്ന് പറയും. അതായത് നമ്മളിപ്പം ഏതൊരു കാര്യം കാണുകയാണെങ്കിലും കൂടുതലായിട്ടും അത് ഒരു എസ്സേ ഒക്കെ ആണെങ്കിൽ കുറേ കാണുമ്പോൾ നമുക്കതിനെ ഇത് തീരൂലല്ലോ എന്നുള്ളൊരു രീതിയിൽ തോന്നുമായിരിക്കും. ഞാൻ പറഞ്ഞു, വർക്ക് ചെയ്യുന്നതിന് മുമ്പായിരിക്കും നമുക്കിങ്ങനെ ഒരു തോട്ട് വരിക. അതിന് പകരം നമ്മൾ 5 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി എന്നൊരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ആ 5 മിനിറ്റ് എന്നൊരിത് മൈൻഡിൽ വരും. അങ്ങനെ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെ ഉള്ള വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ പറയാനുള്ള ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഏതൊരു കാര്യങ്ങളും നല്ല കൂടുതലായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു വർക്ക് ലോഡായിട്ട് തോന്നും. അതിനെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം കുറച്ച് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് കുറച്ചായിട്ട് നമുക്കതിനെ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും. അതുകൊണ്ട് കൂടുതലും ഒരു ബോറിംഗ് ഒന്നും തോന്നില്ല. വേറെ പറയുന്നത് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുക എന്നതാണ്. കൂടുതൽ പേർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു വർക്കോ പഠിക്കുന്നതായിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് പല കാര്യങ്ങളുണ്ടാകും. TV ഉണ്ടാകും, മൊബൈൽ ഫോൺ ഉണ്ടാകും, പാട്ട് കേൾക്കുന്നുണ്ടാകും, പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ഇപ്പം മെയിനായിട്ട് ചില കുട്ടികൾ കാണാറുണ്ട്, ഇപ്പോൾ പഠിക്കുന്ന ടൈമിൽ തന്നെ അവർ സീരീസ് അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സീരീസ് ആണെങ്കിൽ പോലും ഒരു എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ എപ്പിസോഡ് എത്തുമ്പോൾ കുട്ടി അതിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി പോകുന്നു. അതിലേക്ക് ഡിസ്ട്രാക്ഷനിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോലും അവരത് മറന്നു പോകുന്നുണ്ട്, പിന്നെ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാം എന്നതാണ്. വേറെ നമ്മൾ അത്യാവശ്യമുള്ള ഒരു കാര്യം നമ്മൾ സെൽഫ് കമ്പാഷൻ ആണ്. അതായത് കൂടുതൽ പേരിലും കണ്ടുവരുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ മടിയനാണ് അല്ലെങ്കിൽ ഞാൻ മടിച്ചയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരിത്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഇത് തീരില്ല എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ഒരിത് തോട്ട് മാറ്റിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ, പക്ഷേ ഞാൻ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അത് ചെയ്യും എന്നുള്ളൊരു രീതിയിലാവും. വേറെ പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. അതായത് പെർഫെക്ഷൻ അല്ല നമ്മൾ നോക്കേണ്ടത്, എത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നതല്ല. എപ്പോഴാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്, അതായിരിക്കും നമ്മുടെ ഒരു ചേഞ്ചിന്റെ തുടക്കം. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു മടിയല്ല, അവിടെ ഇമോഷൻ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ ജോലിനെ ഒഴിവാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ജോലിയെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇനി എപ്പോഴെങ്കിലും നമുക്കിങ്ങനെ നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഇത് മൊത്തം തീർക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നതാണ് വലിയ കാര്യം. കാരണം നമ്മളിപ്പം എനിക്കിത് ചെയ്യാനുണ്ട് എന്ന് മനസ്സിൽ തോന്നുന്നതും അത് ഡിഫറെൻ്റ് ആണ്. അതായത് മനസ്സിൽ പറയാൻ എല്ലാവർക്കും പറ്റും, അതിനു വേണ്ടി നമ്മൾ ഇറങ്ങണം, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മോട്ടിവേഷൻ പറയുന്നത്, മോട്ടിവേഷൻ വന്നിട്ടല്ല നമ്മളത് പ്രവർത്തിക്കേണ്ടത്.
പ്രവർത്തിച്ചതിന് ശേഷമാണ് നമ്മുടെ മോട്ടിവേഷൻ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട്, ഏത് കാര്യവും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.